റെഡ് ലൈനിന് മുകളിൽ ഒരിക്കൽ ദൈവങ്ങളുടെ ഒരു ലെജൻഡറി കിങ്ഡം ഉണ്ടായിരുന്നെന്ന് അറിയാമോ? പലരും വിശ്വസിക്കുന്നത് അത് തന്നെയായിരുന്നു ലുണേറിയൻസിന്റെ ഹോംലാൻഡ് എന്നാണ്. വൺ പീസ് ലോകത്തിലെ ഏറ്റവും റെയർ ആയ റൈസസിൽ ഒന്നാണ് ലുണേറിയൻസ്. ഇന്ന് വരെ കൺഫേംഡ് ആയി ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ലുണേറിയൻ കിങ് മാത്രമാണ്. അവരെ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. മറ്റു വിങ്ഡ് റൈസസിൽ നിന്ന് വ്യത്യസ്തമായ കറുത്ത ചിറകുകൾ, ബ്രൗൺ സ്കിന്ന്, സിൽവർ ഹെയർ, പിന്നെ പുറകിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെയിം. ആ ഫ്ലെയിം വെറുതെ ഒരു ഡിസൈൻ അല്ല, അത് കത്തിക്കൊണ്ടിരിക്കുന്ന അടുത്തോളം മറ്റാർക്കും സർവൈവ് ചെയ്യാൻ പറ്റാത്ത എക്സ്ട്രീം എൻവയോൺമെന്റ്സ് പോലും ഒരു ലുണേറിയന് സഹിക്കാൻ പറ്റും. അത്രയും ഡേഞ്ചറസ് ആയ റേസ് ആയതുകൊണ്ടാണ് വേൾഡ് ഗവൺമെന്റ് ഒരു ലുണേറിയന്റെ എക്സിസ്റ്റൻസ് സംബന്ധിച്ച് ഇൻഫർമേഷൻ നൽകുന്നവർക്ക് പോലും 100 മില്യൺ ബെറീസ് വരെ റിവാർഡ് നൽകുന്നത്. അതിലൂടെ ഈ എക്സ്റ്റിങ്ക്ട് റേസ് എത്രത്തോളം ഭയപ്പെടുത്തുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കാം. ബിഗ് മോം പോലും ഒരിക്കൽ കിങ്ങിനെ തന്റെ ക്രൂവിൽ ചേരാൻ അപേക്ഷിച്ചിരുന്നു. കാരണം അവളുടെ ടോട്ടോ ലാൻഡിൽ ഇല്ലാത്തത് വെറും 3 റേസസ് മാത്രമാണ്: ജയന്റ്സ്, ലുണേറിയൻസ്, പിന്നെ ഇന്നും മിസ്റ്റീരിയസ് ആയി തുടരുന്ന മറ്റൊരു റേസ്. പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ലുണേറിയൻസ് ശരിക്കും വേൾഡ് ഗവൺമെന്റ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് റെഡ് ലൈനിലെ ഗോഡ്സ് ആയിരുന്നെങ്കിൽ അവരുടെ ഡൗൺഫാള് ഒരു പക്ഷേ വോയിഡ് സെഞ്ചുറിയുടെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്കുള്ള കീ ആയിരിക്കാം. ചില ഫാൻസ് ലുണേറിയൻ ബ്ലഡ് ഉള്ള ഹിഡൻ ഹൈബ്രിഡ്സ് ഇതിനകം തന്നെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അത് കഥയുടെ സർഫേസ് മാത്രമാണ്. തിങ്ക് അബൌട്ട് ദാറ്റ്.